അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നിർഭയത്വം എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. ഒരു മുസ്ലിം തൻ്റെ നാട്ടിൽ തങ്ങളുടെ ശരീരത്തിലും അഭിമാനത്തിലും സമ്പത്തിലും സുരക്ഷിതമായി കഴിയുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് കാണാം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സുർബിഹി, വല്ലവനും തൻ്റെ വീട്ടിൽ നിർഭയനായി രാവിലെയായിട്ടുണ്ട് എങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, ഒരു കേടുപാടും കൂടാതെ ആരോഗ്യവാനായിട്ട് നിലനിൽക്കുകയും, ഐന്ദഹു ഖുവ്വത്തു യൗമിഹി, അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും ഒരാൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ, ഫകഅന്നമാ ഹീസത്തു ലഹു ദുനിയ, ദുനിയാവിനെ മുഴുവൻ അടക്കിപ്പിടിച്ചവനെ പോലെയാണവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ഒരു നിർഭയത്വത്തെ നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നാം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ്റെ ജീവിതത്തിൽ നിർഭയനായി കഴിയാമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ധാരാളം ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, 29-ാം അധ്യായത്തിൽ അതിൻ്റെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയതഖത്തഫു النാസു മിൻ ഹൗലിഹിം അഫബിൽ ബാതിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ. നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? അവരുടെ ചുറ്റുഭാഗത്ത് നിന്നാകട്ടെ ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു, എന്നിട്ടും അസത്യത്തിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് അവർ നന്ദികേട് കാണിക്കുകയുമാണ്. അതേപോലെ തന്നെ ഖുറൈശ് ഗോത്രത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. എങ്ങനെയുള്ള രക്ഷിതാവിനോടാണ് അവർ ആരാധിക്കേണ്ടത്? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്, അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിനു പകരം സമാധാനം നൽകുകയും ചെയ്തവനായിട്ടുള്ള ആ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അതേപോലെ തന്നെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരു ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്തിന് മനസ്സിനൊരു വിഷമമായി. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, അയ്യുനാലം യദുലിം നഫ്സ, അല്ലയോ പ്രവാചകരെ, ഞങ്ങളിൽ ആരാണ് സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കാത്തവർ? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൈസ കമാ തദുന്നൂൻ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല സ്വഹാബത്തെ, ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാനു ലിബ്നിഹി, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞതുപോലെയാണ് കാര്യം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം, എൻ്റെ പൊന്നുമോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്നുള്ളത് മഹാപാതകമാണ്, മഹാഗുരുതരമായ തെറ്റാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, തൗഹീദ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ വിശ്വാസം
അള്ളാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമായിരിക്കുക എന്നുള്ളതാണ് നിർഭയത്വത്തിനുള്ള പോംവഴി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ ഏകനാക്കുക. അവനാണ് എല്ലാം സൃഷ്ടിച്ചവൻ, അവനാണെല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാവിധ കഴിവിൻ്റെയും ഉടമ അത് അള്ളാഹു മാത്രമാണെന്നും അതിനാൽ അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ മാത്രം ഭരമേൽപ്പിക്കുകയും നേർച്ചാ വഴിപാടുകൾ എല്ലാം അവന് മാത്രമാക്കുകയും ചെയ്യുക. അതുപോലെ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അപ്രകാരം തന്നെ അള്ളാഹുവിന് എതിര് നിൽക്കാത്ത വിഷയങ്ങളിൽ ഭരണാധികാരികളെ അനുസരിക്കുക, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. അതുപോലെ ജനങ്ങളുടെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുകൊള്ളുക. ആ നിലക്ക് ഒരു നല്ല വ്യക്തിത്വമായിട്ട് നാം ജീവിക്കുകയാണ് നിർഭയത്വത്തിനുള്ള പോംവഴിയായിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ കൂട്ടത്തിൽ ഒരു നല്ലൊരു വ്യക്തിത്വമായി തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചു തരുകയും ചെയ്തു. ഇന്നമാ മതലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൗഅ. മോശമായ ഒരു കൂട്ടുകാരൻ്റെയും നല്ല ഒരു കൂട്ടുകാരൻ്റെയും ഉപമ എന്ന് പറയുന്നത് കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, ഒരു കസ്തൂരി വഹിക്കുന്നവനെ പോലെയോ അതല്ലെങ്കിൽ ഒരു ഉലയിൽ ഊതുന്നവനെ പോലെയോ ആണ്. ഫഹാമിലുൽ മിസ്ക്, കസ്തൂരി വഹിക്കുന്നവൻ, ഇമ്മ അൻ യുഹദൈക്, ഒന്നുകിൽ അവൻ നിനക്കത് വെറുതെ നൽകും, വ ഇമ്മ അൻ തബ്തഅ മിൻഹു, അതല്ലെങ്കിൽ അവനിൽ നിന്ന് നിനക്ക് അത് വാങ്ങാൻ പറ്റും, വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് നല്ല വാസന നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ വനാഫിഖുൽ കീർ, ഉലയിൽ ഊതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇമ്മ അൻ യുഹരിഖ സിയാബക്, അവൻ നിന്റെ വസ്ത്രം അവൻ കരിച്ചു കളയും, വ ഇമ്മ അൻ തജിദ റീഹൻ ഖബീഥ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് മോശമായ വാസനയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ, നല്ലൊരു വ്യക്തിത്വമായി, നല്ലൊരു കൂട്ടുകാരനായി, നല്ലൊരു മനുഷ്യനായി നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് നിർഭയത്വം നൽകും. പരലോകത്തും നല്ലൊരു നിർഭയത്വം, നല്ലൊരു സുരക്ഷിതത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.